ടീം മാറ്റ്കമിന്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ എല്ലാവരും റെഗുലർ ആയിട്ട് എടുക്കുന്ന ടാബ്ലറ്റുകളിൽ ഒന്നാണ് സെട്രിസിൻ അല്ലെങ്കിൽ ലെവോസെട്രിസിൻ. ചില സമയത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ സെട്രിസിൻ ടാബ്ലറ്റ് തരും. സോ ചില സമയത്ത് ചെല്ലുമ്പോൾ ലെവോസെട്രിസിൻ ടാബ്ലറ്റ് തരും. എന്താണ് ബേസിക്കലി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സോ ബേസിക്കലി നമ്മൾ ഇതിന്റെ ഒരു കെമിസ്ട്രി പെർസ്പെക്റ്റീവ് ആണ് കാണാനായിട്ട് പോകുന്നത്, അല്ല ഇതിന് മെഡിക്കൽ പെർസ്പെക്റ്റീവ് ഒന്നുമല്ല. കാരണം നമ്മുടെ കെമിസ്ട്രി പെർസ്പെക്റ്റീവ് തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടോ, എന്ത് ഡിഫറൻസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത് തന്നിരിക്കുന്നത് സെട്രിസിന്റെ സ്ട്രക്ചറാണ്, രണ്ടാമത് തന്നിരിക്കുന്നത് ലെവോസെട്രിസിന്റെ സ്ട്രക്ചറാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഇവ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണുമ്പോൾ തോന്നുന്നില്ല. സോ ബേസിക്കലി ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സോ ഇത് ബേസിക്കലി ഓർഗാനിക് കെമിസ്ട്രിയിലെ സ്റ്റീരിയോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്നത് മോളിക്യൂൾസിന്റെ സ്പേസിലുള്ള ഓറിയന്റേഷനുമായി ബന്ധപ്പെട്ട ആ ഓറിയന്റേഷൻ, രണ്ട് മോളിക്യൂൾ തമ്മിൽ സ്പേസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. സോ ബേസിക്കലി അത് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു കോൺസെപ്റ്റ് എടുക്കാം, മിറർ ഇമേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ വലത് കൈ എടുത്തു കഴിഞ്ഞാൽ വലത് കൈയും ഇടത് കൈയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വലത് കൈയുടെ മിറർ ഇമേജ് ആണ് ഇടത് കൈ എന്ന് പറയുന്നത്. എന്താണ് കാര്യം? അതായത് നമ്മൾ ഇവിടെ ഇതിനിടയിൽ ഒരു മിറർ വെച്ചാൽ, നമ്മൾ ഇതിന് വലത് കൈ വെച്ചിട്ട് അതിനിടയിൽ നമ്മളൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്ത് കിട്ടുന്ന ഇമേജ്, അതാണ് അതിന്റെ മിററിൽ കാണുന്ന ഇമേജ് ആണ് മിറർ ഇമേജ്. ആ മിറർ ഇമേജ് എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്തായിരിക്കും? നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ് വെച്ച് ലെഫ്റ്റ് ഹാൻഡ് കിട്ടും, ലെഫ്റ്റ് ഹാൻഡ് വെച്ചാൽ നമുക്ക് റൈറ്റ് ഹാൻഡ് കിട്ടും. ഇത് സെയിം തിങ് ആണ്. നമ്മളൊരു നമ്മളൊരു പ്ലെയിൻ മിററിന്റെ മുമ്പിൽ പോയി നമ്മുടെ ഇമേജ് വെക്കുമ്പോൾ എന്താ, നമ്മുടെ ഇമേജ് അവിടെ റിഫ്ലക്ട് ചെയ്ത് നമ്മൾ മിററിൽ കാണുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിറർ ഇമേജ് ആണ്. സോ ഈ മിറർ ഇമേജ് അടിസ്ഥാനമാക്കിയാണ് നമുക്ക് ഈ സെട്രിസിനെയും ലെവോസെട്രിസിനെയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ബേസിക്കലി നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മൾ ഹ്യൂമൻ ഹാൻഡുകൾ നോക്കിയാൽ ഈ ഹാൻഡിന്റെ മിറർ ഇമേജ് ആണ് ഇത്. പക്ഷെ ഇവ രണ്ടും നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് മിറർ ഇമേജസ് എന്ന് പറയുന്ന സൂപ്പർ ഇമ്പോസിബിൾ അല്ല. അതായത് ആ രണ്ട് ഇമേജുകൾ പരസ്പരം മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇമ്പോസ് ആവില്ല, സൂപ്പർ ഇമ്പോസ് ആവില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? സൂപ്പർ ഇമ്പോസിബിൾ. അതായത് ഇവ സൂപ്പർ ഇമ്പോസിബിൾ ആവില്ല. അതുകൊണ്ട് നമ്മൾ ഇവ എന്ത് വിളിക്കും? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് എന്ന് വിളിക്കും. അതായത് രണ്ട് കാര്യങ്ങൾ അവ മിറർ ഇമേജ് ആണെങ്കിൽ ആ മിറർ ഇമേജുകൾ പരസ്പരം വെക്കുമ്പോൾ അത് ഇമ്പോസ് ആവില്ല എങ്കിൽ നമ്മൾ അവയെ വിളിക്കുന്ന പേരാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് എന്ന്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജിന്റെ കെമിസ്ട്രി ടൈം ആണ് എനാൻഷ്യോമർ എന്ന് പറയുന്നത്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജിന്റെ കെമിസ്ട്രി ടൈമാണ് എനാൻഷ്യോമർ എന്ന്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ബ്രോമോ ക്ലോറോ ഫ്ലൂറോ ഐഡോമീഥേൻ, അതായത് കാർബണിലേക്ക് ഫ്ലൂറിൻ, ബ്രോമിൻ, ക്ലോറിൻ, ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഈ ഒന്നാമത്തതിന്റെ മിറർ ഇമേജ് ആണ് രണ്ടെന്ന് പറയുന്നത്. രണ്ടും എന്താണ്? മിറർ ഇമേജ് സൂപ്പർ ഇമ്പോസിബിൾ അല്ല. സോ ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. സോ ഇവ എന്താണ്? ഇവർ എനാൻഷ്യോമർ ആണെന്ന് പറയാം. നേരെ മറിച്ച് സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു സ്പിയർ, ഈ സ്പിയറിന്റെ മിറർ ഇമേജ് ആണ്. ഈ രണ്ടും എന്താണ്? സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ഈ രണ്ട് ഗ്ലാസുകൾ എടുത്താൽ ഈ രണ്ട് ഗ്ലാസിന്റെ മിറർ ഇമേജ് ആണ് ഈ രണ്ട് ഗ്ലാസുകൾ. ഇവ രണ്ടും എന്താണ്? മിറർ ഇമേജ് സൂപ്പർ ഇമ്പോസിബിൾ ആണ്. നേരെ മറിച്ച് മീസോ ടാറ്റാറിക് ആസിഡ് എടുത്താൽ, മീസോ ടാറ്റാറിക് ആസിഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ മീസോ ടാറ്റാറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ്. ഇത് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ പറയപ്പെടുന്ന ഈ സെട്രിസിനെയും ലെവോസെട്രിസിനെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ എന്താണ് ശരിക്കും വരുന്നത്? ഫോർ എക്സാമ്പിൾ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റൂൾ സിസ്റ്റം ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ക്യാൻ ഇൻഗോൾഡ് പ്രലോഗ് റൂൾ. ആ പ്രലോഗ് റൂൾ അനുസരിച്ചിട്ട് നമ്മൾ മോളിക്യൂളുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് ആർ റൊട്ടേഷൻ എന്നും രണ്ടെന്ന് പറയുന്നത് എസ് റൊട്ടേഷൻ എന്നും. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു മിക്സറിനകത്ത് 50% ആറും 50% എസും ആണെങ്കിൽ ഒന്നിന്റെ റൊട്ടേഷൻ മറ്റേതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? മ്യൂച്വൽ ക്യാൻസലേഷൻ നടക്കും. സോ അങ്ങനെ കിട്ടുന്ന മിക്സറിനെ വിളിക്കുന്ന പേരാണ് റെസിമിക് മിക്സർ. അതായത് നമുക്ക് രണ്ട് തരത്തിലുള്ള കോൺഫിഗറേഷൻ ഉണ്ട്. ഒന്ന് ആർ കോൺഫിഗറേഷനും ഒന്ന് എസ് കോൺഫിഗറേഷനും. രണ്ട് 50-50% ആണെങ്കിൽ അപ്പൊ നടക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റെസിമൈസേഷൻ. അങ്ങനെ കിട്ടുന്ന മിക്സറിനെ വിളിക്കുന്ന പേരാണ് റെസിമിക് മിക്സർ. ഇപ്പൊ നമ്മൾ സെട്രിസിനും ലെവോസെട്രിസിനും എടുക്കുന്ന വ്യത്യാസം, രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് സെട്രിസിനകത്ത് 50% ആർ ഫോമും 50% എസ് ഫോമും ആണുള്ളത്. സോ ബേസിക്കലി ഇതൊരു റെസിമിക് മിക്സർ ആണ്. ലെവോസെട്രിസിൻ എന്ന് പറയുന്നതിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പക്ഷെ അതിനകത്തുള്ളത് 100% ആറ് ഫോമാണ്. 100% ആറ് ഫോമാണ്. അല്ലെങ്കിൽ ലെവോസെട്രിസിൻ എന്ന് പറയുന്നത് പ്യുവർ ആർ ആണ്. ആദ്യമേ നമുക്ക് ഉണ്ടായിരുന്നത് സെട്രിസിൻ ആയിരുന്നു. സെട്രിസിൻ കണ്ടുപിടിച്ചത് 1981 ഒരു ബെൽജിയൻ
ഫാർമസ്യൂട്ടിക്കൽ കമ്പനി UCB ഫാർമ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അത് കണ്ടുപിടിച്ചത്. സോ ഇതൊരു സെക്കൻഡ് ജനറേഷൻ ആന്റി ഹിസ്റ്റമിൻ ആണ്. എന്താണ് ആന്റി ഹിസ്റ്റമിൻ എന്ന് പറയുന്നത്? അലർജിക് അല്ലെങ്കിൽ അലർജിക് കോസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെട്രിസിൻസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി അപ്പൊ ഈ സെട്രിസിൻ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ക്ഷീണം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഉറക്കം തോന്നുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ടാണ് സോ സയന്റിസ്റ്റുകൾ പിന്നീട് മറ്റൊരു പോസിബിലിറ്റിയെ പറ്റി പഠിച്ചത്. അങ്ങനെയാണ് ലെവോസെട്രിസിൻ, അതായത് മിറമേജുകളായിട്ടുള്ള ഇതിനകത്തുള്ള നമ്മൾ ആർ ഫോമിനെ ഐസൊലേറ്റ് ചെയ്തെടുത്താണ് എന്ത് ലെവോസെട്രിസിൻ എന്ന് പറയുന്നത്. സോ ലെവോസെട്രിസിന്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് സെട്രിസിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്. ബേസിക്കലി ഈ ലെവോസെട്രിസിൻ എന്ന് പറയുന്നത് ഒരു തേർഡ് ജനറേഷൻ ആന്റഗോണിസ്റ്റ് ആണ്. നമ്മൾ കേൾക്കാത്തൊരു വാക്കായിരിക്കും ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ആന്റഗോണിസ്റ്റ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നോർമലി എന്താ വെച്ചാൽ നമ്മുടെ ബോഡിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള റിസപ്റ്റർ മോളിക്യൂളുകളുണ്ട്. സോ നമുക്കിപ്പം അലർജിക്ക് കാരണമാകുന്ന ഒരു നാച്ചുറൽ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ നാച്ചുറൽ സബ്സ്റ്റൻസ് എന്താ ചെയ്യുന്നത്? ഓട്ടോമാറ്റിക്കലി വന്ന് ഈ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ആ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എന്തുണ്ടാവും? നമുക്കൊരു അലർജി ഉണ്ടാവുന്നു. സോ നമ്മുടെ കയ്യിൽ ഒരു റിസപ്റ്റർ ഉണ്ട്, റിസപ്റ്ററിലേക്ക് വന്ന് ഈ നാച്ചുറൽ സബ്സ്റ്റൻസ് ബൈൻഡ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഈ പറയപ്പെടുന്ന അലർജി ഉണ്ടാവും. ഈ പറയപ്പെടുന്ന ഈ ആന്റഗോണിസ്റ്റുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആന്റഗോണിസ്റ്റുകൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ആന്റഗോണിസ്റ്റുകൾ ഈ നാച്ചുറൽ സബ്സ്റ്റൻസ് ബൈൻഡ് ചെയ്യാതിരിക്കുന്ന എന്താ പറയാ, ആന്റഗോണിസ്റ്റുകൾ നാച്ചുറൽ സബ്സ്റ്റൻസ് ബൈൻഡ് ചെയ്യാൻ റിസപ്റ്ററിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. അപ്പൊ റിസപ്റ്ററിലേക്ക് ബൈൻഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ നാച്ചുറൽ സബ്സ്റ്റൻസിന് റിസപ്റ്ററിനെ ബൈൻഡ് ചെയ്യാൻ ലഭിക്കില്ല. സോ അങ്ങനെയാണ് അലർജിക് റിയാക്ഷൻ കാര്യങ്ങളെ റെഡ്യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഈ ആന്റി ഹിസ്റ്റമിൻസ് എന്ന് പറയുന്നത് ഒരു ആന്റഗോണിസ്റ്റിന്റെ സബ് കാറ്റഗറിയാണ്. അതായത് എല്ലാ ആന്റി ഹിസ്റ്റമിൻസ് എന്ന് പറയുന്നതും ആന്റഗോണിസ്റ്റ് ആണ്, പല എല്ലാ ആന്റഗോണിസ്റ്റുകളും ആന്റി ഹിസ്റ്റമിൻസ് അല്ല. സോ ബേസിക്കലി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ സെട്രിസിനും ലെവോസെട്രിസിനും തമ്മിൽ നമ്മൾ നോർമലി വരയ്ക്കുന്ന ഒരു കെമിക്കൽ സ്ട്രക്ചർ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ബട്ട് ഇവയുടെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കുമ്പോൾ ഇവ തമ്മിൽ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നു. പക്ഷേ ആ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ ഉണ്ടാകുന്ന ഒരു വളരെ ചെറിയ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രത്തോളം ആപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ എത്രത്തോളം വലിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനായിട്ട് കാരണമായി. ഈ ഒരു കാര്യം ഒരു ഇൻഫോർമേറ്റീവ് കണ്ടന്റാണ് നമ്മുടെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചത്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.